നെന്മാറ ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ വിത്തനശ്ശേരി SMM LP സ്കൂളിൽ സ്കൂൾ പ്രൊട്ടക്ഷൻ മീറ്റിംഗും രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസും നടത്തി. ജനമൈത്രി ബീറ്റ് ഓഫീസറും സ്കൂൾ പ്രൊട്ടക്ഷൻ ചാർജുള്ള അനൂപ് ക്ലാസ് എടുത്തു. നമ്മുടെ കുട്ടികൾ കറക്റ്റായി വിദ്യാലയങ്ങളിലേക്കാണോ അല്ലെങ്കിൽ കലാലയങ്ങളിലേക്കാണോ കൃത്യമായി പോകുന്നത്, അവരെവിടെയാണ് പോകുന്നത്, ആരെയാണ് കാണുന്നത്, കൃത്യസമയത്ത് സ്കൂളിൽ എത്തുന്നുണ്ടോ, അത് ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വരുന്നുണ്ടോ എന്ന് നമ്മൾ കറക്റ്റ് ഫോളോ ചെയ്യണം. അത് മാത്രമല്ല, വിദ്യാലയത്തിലേക്ക് പോകുന്ന ഒരു വിദ്യാർത്ഥി തിരിച്ചു വരുന്ന സമയം ആ കുട്ടിയോട് നമ്മൾ എത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിലും എത്ര കഷ്ടപ്പാടുള്ള ജോലി നമ്മൾ ചെയ്തു വന്നാലും ആ കുട്ടിയോട് 10-15 മിനിറ്റ് സ്പെൻഡ് ചെയ്യണം. ഹൃദയത്തോട് ചേർത്ത് നെഞ്ചോട് ചേർത്ത് ആ കുട്ടിയുടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. മോളെ അല്ലെങ്കിൽ മോനെ, നീ എവിടെയാണ് പോയത്, എന്താണ്, ആരെയാണ് കണ്ടത്, എന്താണ് സുഹൃത്തുക്കൾ ആരാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മോണിറ്റർ ചെയ്യണം. അതുപോലെ ഫോണിൽ നമുക്കറിയാം, ഇന്ന് ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നത് എല്ലാ കുട്ടികളും, പെൺകുട്ടികളും ആൺകുട്ടികളും ഉൾപ്പെടെ കൂടുതലും ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് വന്നിരിക്കുന്നത്. മെസ്സേജ് അയക്കൽ നിങ്ങൾ നോക്കണം, രക്ഷിതാക്കൾ നോക്കണം. കാരണം കുട്ടികളിൽ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കല്, ചാറ്റിംഗ് കാര്യങ്ങളിൽ പരിചയമില്ലാത്ത സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം എന്നറിയാം. ചെറുപ്രായത്തിലുള്ള ആ കുട്ടികൾ 15, 17, 18 വയസ്സിലായ കുട്ടികൾ ഡ്രഗ്സിന് അഡിക്റ്റ് ആയി മാറുന്ന സാഹചര്യമാണ്. അതെല്ലാം നമ്മുടെ കുട്ടികൾ നമ്മുടെ പ്രിയപ്പെട്ടതാണ്. ആ കുട്ടികളെ ബുദ്ധിമുട്ട്, നമ്മുടെയൊക്കെ പ്രയാസങ്ങൾ രക്ഷിതാക്കൾ എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് നമ്മുടെ കുട്ടികളെ വളർത്തി വലുതാക്കുന്നത് എന്നുള്ള ബോധ്യം നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കണം. ഭാവിയുടെ വാഗ്ദാനമായ കുട്ടികൾ തെറ്റായ ചിന്താഗതികളിലേക്ക് പോകാതെ നോക്കുന്നതിനും രാത്രികാലങ്ങളിൽ കുട്ടികൾ പുറത്തിറങ്ങുന്നതിനുമെതിരെ ജാഗ്രത പുലർത്തണമെന്ന് അനൂപ് ഉണർത്തി. ലഹരി വസ്തുക്കളുടെയും മറ്റും ഉപയോഗവും പ്രണയ നൈരാശ്യവും രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതിനെക്കുറിച്ചും സോഷ്യൽ മീഡിയ വഴിയുള്ള അപരിചിതരായിട്ടുള്ള ചാറ്റിംഗ് പല അപകടങ്ങളിലേക്കും കുട്ടികളെ കൊണ്ടുപോകുന്നതായി കാണുന്നു. PTA പ്രസിഡന്റ് സജിത അധ്യക്ഷയായി. പ്രധാന അധ്യാപിക ജയ സ്വാഗതവും സുജാത നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.